ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയൂട്ടുചാൽ. കിസാൻ സഭ കർഷക രക്ഷായാത്രയ്ക്ക് ചെറുപുഴയിൽ തുടക്കമായി. വന്യമൃഗ ആക്രമണത്തിന് അടിയന്തരമായി പരിഹാരം കാണുക, നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക, 1972 വനം വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക, ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക രക്ഷായാത്രയ്ക്ക് ചെറുപുഴയിൽ തുടക്കമായി. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പ്രദീപൻ, ജാഥ ലീഡർ CP ഷൈജന് പതാക കൈമാറി കർഷക രക്ഷായാത്ര ഉദ്ഘാടനം ചെയ്തു. അജിത് കുമാർ അനിക്കം അധ്യക്ഷത വഹിച്ചു. KS അനിൽകുമാർ, PK മധുസൂദനൻ, പായം ബാബുരാജ്, KR ചന്ദ്രകാന്ത്, KV പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി CP ഷൈജൻ ജാഥ ലീഡറും PK മധുസൂദനൻ ഡെപ്യൂട്ടി ലീഡറുമാണ്. ഇന്ന് രാവിലെ തേർത്തല്ലിയിൽ നിന്നും പര്യടനം ആരംഭിക്കും. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം 5-ന് കൊട്ടിയൂർ നീണ്ടുനോക്കിയിൽ സമാപിക്കും. കേന്ദ്ര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ 1980 വനസംരക്ഷണ നിയമത്തെ ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 1961 കേരള നിയമം ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചതാണ്. അത് LDF ഗവൺമെന്റ് കൊണ്ടുവന്നു വെച്ചു. എത്ര ആശ്വാസകരമായ കാര്യമാണത്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചിട്ടില്ല, കേരളത്തിലെ നടപ്പില്ല എന്ന് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു. ആ ഘട്ടത്തിലാണ് നമ്മൾ സതീശന്റെ മലയോരയാതെ തീരുമാനിച്ച് ഇതൊക്കെ പിൻവലിച്ചപ്പോൾ പാളിപ്പോയത്. ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ചെറുപുഴ ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ബഫർ സോണിന്റെ വിഷയം. മലയോര മേഖലയിൽ മുഴുവൻ ആശങ്കയായിരുന്നു. എന്ന് പറഞ്ഞാൽ വനാതിർത്തിയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരം വരെ, ചതുരശ്ര കിലോമീറ്റർ ദൂരം വരെ വനമായി കടക്കാൻ കഴിയണം. ആ നിർദ്ദേശമാണ് മുന്നോട്ട് പോയത്. കേരള സർക്കാർ 4 കമ്മിറ്റികളെ വെച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം അന്വേഷിച്ച ഉമ്മന്റെ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഈ കാര്യം ചോദ്യം ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ കേരളത്തിന് വേണ്ടി വാദിച്ച, കേരള ഗവൺമെന്റിന് വേണ്ടി വാദിച്ച വക്കീലന്മാർ അവിടെ വാദിച്ച ഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, കേരള ഗവൺമെന്റ് സമർപ്പിച്ച റിപ്പോർട്ട് അടിസ്ഥാന രേഖയായി എടുത്തുകൊണ്ട് ഈ ബഫർ സോണിന്റെ വിഷയത്തിൽ 0 മുതൽ 12 കിലോമീറ്റർ ചതുരശ്ര ദൂരത്തിൽ വനമേഖലയായി മാറ്റിയെടുക്കാൻ സാധ്യമല്ല എന്ന വിജ്ഞാനം പ്രഖ്യാപിച്ചു. അത് കേരള ഗവൺമെന്റ് ഇടപെടുന്ന ഭാഗമായിട്ടാണ്. ഇവിടെ വന്യമൃഗങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കഴിഞ്ഞ LDF സർക്കാർ 2024 ഇപ്പോ 2024 കഴിഞ്ഞ LDF സർക്കാരിൽ ആരംഭിച്ച് 2024 ഒരു 11 കമ്മിറ്റി രൂപീകരിച്ചു. ആ 11 കമ്മിറ്റി ഈ വനമേഖലയിലെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് ഫലപ്രദമായ റിപ്പോർട്ട് കൊടുക്കണം, എല്ലാവരെയും കേൾക്കണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതിയെ സംബന്ധിച്ച് കേന്ദ്രത്തിന് കൃത്യമായ റിപ്പോർട്ട് കൊണ്ടുവരണം. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആ 11 കമ്മിറ്റി ഫലപ്രദമാക്കണം. കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റി അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നിങ്ങൾ വയനാടിൽ ആനയുടെ ആക്രമണത്തിന് വിധേയമായി മരിച്ച ശ്രീമതി രാധയുടെ വീട് സംബന്ധിച്ചു. അപ്പൊ അവിടെ ഒരാൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ആ തൊഴില് താൽക്കാലിക ജോലിയാണ്. ഇവിടെ ആർക്കും സ്ഥിര ജോലി കൊടുത്തിട്ടില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്ന കുടുംബങ്ങളിലെ ഒരാൾക്ക്, അതിനകത്തുള്ള ഒരു ആശ്രിതർക്ക് സ്ഥിരമായ ജോലി സംസ്ഥാന സർക്കാർ നൽകണം. കിസാൻ സഭയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ 2 മാസം മുമ്പേ പറവൂരിൽ സമാപിച്ചപ്പോ ഞങ്ങൾ അംഗീകരിച്ച ഈ കാര്യത്തിന് പ്രമേയത്തിൽ പറഞ്ഞത്
ആ നിയമം അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് തീരുമാനിച്ചത് കേന്ദ്ര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ 1980 വനസംരക്ഷണ നിയമത്തെ ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 1961 കേരള നിയമം ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചതാണ്. അത് LDFന്റെ ഗവൺമെന്റ് കൊണ്ടുവന്നു വെച്ചു. എത്ര ആശ്വാസകരമായ കാര്യമാണത്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചിട്ടില്ല, കേരളത്തിലെ നടപ്പില്ല എന്ന് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു. ആ ഘട്ടത്തിലാണ് നമ്മൾ സതീശന്റെ മലയോരയാതെ തീരുമാനിച്ച് ഇതൊക്കെ പിൻവലിച്ചപ്പോൾ പാളിപ്പോയത്. ഓർക്കുന്നില്ല? അതുപോലെ തന്നെ ചെറുപുഴ ഉൾപ്പെടെയുള്ള മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ബഫർ സോണിന്റെ വിഷയം. മലയോര മേഖലയിൽ മുഴുവൻ ആശങ്കയായിരുന്നു. എന്ന് പറഞ്ഞാൽ വനാതിർത്തിയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരം വരെ, ചതുരശ്ര കിലോമീറ്റർ ദൂരം വരെ വനമായി കടക്കാൻ കഴിയണം. ആ നിർദ്ദേശമാണ് മുന്നോട്ട് പോയത്. കേരള സർക്കാർ 4 കമ്മിറ്റികളെ വെച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം അന്വേഷിച്ച ഉമ്മന്റെ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഈ കാര്യം ചോദ്യം ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ കേരളത്തിന് വേണ്ടി വാദിച്ച, കേരള ഗവൺമെന്റിന് വേണ്ടി വാദിച്ച വക്കീലന്മാർ അവിടെ വാദിച്ച ഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, കേരള ഗവൺമെന്റ് സമർപ്പിച്ച റിപ്പോർട്ട് അടിസ്ഥാന രേഖയായി എടുത്തുകൊണ്ട് ഈ ബഫർ സോണിന്റെ വിഷയത്തിൽ 0 മുതൽ 12 കിലോമീറ്റർ ചതുരശ്ര ദൂരത്തിൽ വനമേഖലയായി മാറ്റിയെടുക്കാൻ സാധ്യമല്ല. എന്താ വിജ്ഞാനം പഠിക്കാറ്? അത് കേരള ഗവൺമെന്റ് ഇടപെടുന്ന ഭാഗമായിട്ടാണ്. ഇവിടെ വന്യമൃഗങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ LDFന്റെ സർക്കാർ 2024 ഇപ്പോ 2024 കഴിഞ്ഞ LDF സർക്കാരിൽ ആരംഭിച്ച് 2024 ഒരു 11 കമ്മിറ്റി രൂപീകരിച്ചു. ആ 11 കമ്മിറ്റി ഈ വനമേഖലയിലെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് ഫലപ്രദമായ റിപ്പോർട്ട് കൊടുക്കണം, എല്ലാവരെയും കേൾക്കണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1971 വന്യജീവി സംരക്ഷണ നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതിയെ സംബന്ധിച്ച് കേന്ദ്രത്തിന് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണം. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആ 11 കമ്മിറ്റി ഫലപ്രദമാക്കണം. കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നിങ്ങള് വയനാടിൽ ആനയുടെ ആക്രമണത്തിന് വിധേയമായി മരിച്ച ശ്രീമതി രാധയുടെ വീട് സംബന്ധിച്ചു. അപ്പൊ അവിടെ ഒരാൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ആ തൊഴില് താൽക്കാലിക ജോലിയാണ്. ഇവിടെ ആർക്കും സ്ഥിര ജോലി കൊടുത്തിട്ടില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്ന കുടുംബങ്ങളിലെ ഒരാൾക്ക്, അതിനകത്തുള്ള ഒരു ആശ്രിതർക്ക് സ്ഥിരമായ ജോലി സംസ്ഥാന സർക്കാർ നൽകണം. നിസാരസഭയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ 2 മാസം മുമ്പേ പറവൂരിൽ സമാപിച്ചപ്പോ ഞങ്ങൾ അംഗീകരിച്ച ഈ കാര്യത്തിന് പ്രമേയത്തിൽ പറഞ്ഞത്, ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോകപ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സിഎം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ സേവനങ്ങൾ: ബാറ്ററി റീപ്ലേസ്മെന്റ്, ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ്, വാട്ടർ ഡാമേജ്, ചാർജർ പോർട്ട് റിപ്പയർ, പവർ ബട്ടൺ റിപ്പയർ, മൈക്ക് റീപ്ലേസ്മെന്റ്, ഡാറ്റ ബാക്കപ്പ്, ടാബ് റിപ്പയർ, സ്പീക്കർ റീപ്ലേസ്മെന്റ്, ക്യാമറ റിപ്പയർ, സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ്, CPU eMMC ഫിക്സിംഗ്, ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു. സിഎം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. ഫോൺ 9846 127 155.